ഹാപ്പി ബർത്ത്ഡേ. അവൾക്ക് കൊടുക്കണ കഴിക്കണ പോലെ പൊളിക്കാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ വെറുതേട്ടാ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ വെറുതേട്ടാ. അല്ല ഇതെന്താ 5 ബാക്കി 60 എന്തി? 60 ഇതാ 60 പണ്ടേ ഉരുകി കഴിഞ്ഞില്ലടാ. ബിയർ ചെയ്തോ? എന്താടാ നീയല്ല 4 മിസ് കോൾ അടിച്ചേ. 10 മണിക്കല്ലേ? ഇപ്പൊ സമയത്രേ? 1 മണിക്ക് 10 മിനിറ്റ്. നല്ല ഫിറ്റാലേ? അത്രക്കൊന്നുമില്ല, കുറച്ച്. നീ ഇങ്ങോട്ട് വരുന്നില്ലേ? നാളെ രാവിലെ എയർപോർട്ടിൽ പോകാനുള്ളല്ലേ? ഞാൻ പറഞ്ഞല്ലേ. എടാ അതാ 9:30 അല്ലേ? ഞാൻ ഇന്ന് വിനുവിന്റെ പുറ കിടന്നിട്ട് രാവിലെ എത്തിക്കോളാം. കോപ്പ് എത്തുന്നു അവിടെ എവിടെ അടിച്ച് സൈഡാവുന്നല്ലാണ്ട് എന്താന്ന് വെച്ചാച്ചി? ഇല്ലടാ, ഞാൻ സാബിക്കാന്റെ കഫ്തേരിൽ എത്തിക്കോളാം. നീ അവിടെ എത്തിയാ മതി. ആ വെച്ചാ എന്തല്ല വയസ്സിലെ? നീ ഒറ്റയ്ക്കാണോ പോണ? അല്ല, മുജീബുണ്ട്. മുജീബ നല്ല ആളാ. ഓൻ ഈ സമയത്തൊക്കെ എഴുന്നേൽക്കോ? രാവിലെ മുതൽ വിളിക്കണ കിട്ടണ്ടേ. ഇന്നലെ നല്ല ഫിറ്റ് ആയിരുന്നു. ഓൻ എപ്പോഴാ ഫിറ്റ് അല്ലാത്തത്? നവാസേ, ഒരു ചായ സമോസ എടുത്തോ. അല്ല വയസ്സിലെ, ആ കുട്ടിക്കുള്ള താമസമൊക്കെ റെഡിയാ? ഓ, അതൊക്കെ റെഡിയാ. ഞാൻ ഒന്ന് ദിവ്യനെ വിളിച്ചു നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ എയർപോർട്ടിലോട്ട് ഇറങ്ങാ. ഞാൻ പറഞ്ഞ താമസക്കാരൊക്കെ ഓക്കെ അല്ലേ? അതൊക്കെ ഓക്കെയാണ്. നിങ്ങൾ എപ്പോഴും എത്തുക? വൈകിട്ടാവും. 12 മണിക്കാ ഫ്ലൈറ്റ്. അപ്പൊ ശരിയെന്നാ, ഞാൻ എന്തായാലും ഇവിടെ എത്താറാകുമ്പോ വിളിക്കാം. ഓ വെയിറ്റ്. യെസ്. അതെ, മസ്കറ്റിൽ നിന്ന് വരുമ്പോ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് വരുമോ? പൂജയ്ക്ക് വേണ്ടിട്ടാ. ഷുവർ. ഏതാ വേണ്ടേ? പിച്ചി, ജമന്തി, പിന്നെ അങ്ങനെ പറയണ്ടേ, എനിക്കൊന്നും മനസ്സിലാവില്ല. വാട്സാപ്പിൽ അയച്ചാ. ശരി, ചെയ്യാം. ഓക്കെ, വന്നിട്ട് കാണാം. ശരി, ബൈ. എടി, രാവിലെ തന്നെ ഫോണിലല്ലേ? എത്ര നാളായി? പറയാനുള്ളത് കൈയോടെ പറയണം, അല്ലെങ്കിൽ അവൻ വല്ല മൊഞ്ചത്തിനെയും കെട്ടിക്കൊണ്ട് വരും. പോരാത്തതിന് ഇന്ന് പുതിയൊരാളോടെ വരുന്നുണ്ട്, നീ സൂക്ഷിച്ചോ. എടാ, പൈസയിലൂടെ എത്തിയിട്ടുണ്ട്. പോസ്റ്റ് ആയിട്ടുണ്ടാവും. എടാ, കുറച്ച് ലേറ്റ് ആയി പോയി, സോറി ഏട്ടാ. ഇതെന്താ 2 ചായ കുടിക്കുന്നേ? തന്നെ. ആ, രണ്ടാളും നല്ല ഭരതേട്ടൻ്റെ കൂടെ ആയിരുന്നല്ലേ? സ്റ്റാറ്റസ് ഞാൻ കണ്ടു. ഇന്നലെ ഭരതേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. മൂപ്പര് സന്തോഷത്തോടെ വിളിക്കുമ്പോ എങ്ങനെ പോവാതിരിക്കാ? പിന്നെ കൊറേ ആയി മൂപ്പരെ കണ്ടിട്ട്. മൂപ്പര് സന്തോഷം. ഞാൻ പോട്ടെ എന്നാല്, ഷോപ്പ് ഓർക്കാണ്ട് ഇവനെ കൊണ്ടുവിടാൻ വന്നേന്നു. ഓക്കെ, പോട്ടെ. വൈകിട്ട് കാണാട്ടാ. സലീംക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടി ഒറ്റക്കല്ലേ വരണേ? കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ? അയാൾക്ക് പ്രാന്താടാ. ആ കുട്ടി ഒറ്റക്കാന്ന് വെച്ച് ഫ്ലൈറ്റ് നേരത്തെ വരുമോ? അല്ല, നീ എന്തെങ്കിലും റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത്? ഫ്ലൈറ്റിന് സമയമായി, നമുക്ക് പോണ്ടേ? വാ. ഒരു ഉത്തരവാദിത്വം ഇല്ല ഇവനെ കൊണ്ട്. ഹലോ ഫൈസൽ. ആ ഫൈസലാ. ഞാൻ ഷഹാനയാ. ആ ഷാന, ഇറങ്ങിയോ? ഞങ്ങളവിടെ അകത്തുണ്ട്.
ആ ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ പുറത്തോട്ട് ഇറങ്ങിയോ? ഓക്കെ ഓക്കെ, ഞങ്ങളിപ്പോ അങ്ങോട്ട് വരാം. വാ പുറത്തല്ല. ആ കണ്ടു കണ്ടു. ഷഹാന. അതെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഫൈസൽ, ഇതെന്റെ ഫ്രണ്ട് മുജീബ. ഹായ്. ഹായ്. ഹലോ ഹലോ ഹായ്. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ, മൈ പ്ലഷർ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ആണോ? നമുക്ക് പോയാലോ അങ്ങോട്ട്? ഓ വാ. ഞാൻ എടുക്കാം. സലീംക്ക് എത്തിയോ? ഇല്ല, ആൾ അത്യാവശ്യമായിട്ടൊന്ന് അബുദാബി വരെ പോയതാ. ഇന്ന് രാത്രി എത്തും. ഷാനൊക്കെ മെസ്സേജ് അയച്ചെന്നാണല്ലോ പറഞ്ഞേ. ആ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, പക്ഷെ ഞാൻ എത്തിക്കാണുന്നാ വിചാരിച്ചേ. ആണോ? ഷാനൊക്കെ വിശക്കുണ്ടാവും അല്ലേ? നമുക്കൊന്ന് കഴിച്ചിട്ട് പോയാലോ? എനിക്ക് വേണമെന്നില്ല. ഓക്കെ. നമുക്ക് കുറച്ച് ദൂരം പോവാനില്ലേ, വല്ലതും കഴിച്ചിട്ട് തന്നെ പോവാം. ആ ഷാന, നമുക്കൊന്ന് കഴിച്ചിട്ട് പോവാം. നിസാർ ഖാന്റെ റെസ്റ്റോറന്റിലേക്ക് പോവാം. നല്ല മസാല ദോശ കിട്ടും. ആ ഓക്കെ. എടാ ആ ഫോണൊന്ന് എടുക്ക്, എന്താ അത്യാവശ്യത്തിനായിരിക്കും. നിങ്ങൾ രണ്ടുപേരും കേറിക്കോ, ഞാനിപ്പോ വരാം. ഓക്കെ ഓക്കെ. ശരി. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. കുറച്ച് ഫ്ലവേഴ്സ് വേണമായിരുന്നു. ഏതാ? പേരറിയില്ല. ഇത് രണ്ടും. ആ പിച്ചിയും ജമന്തി. ആ എത്ര വേണം? ഒരു റിയലിന് എടുത്തോ. ഓക്കെ. ബ്രോ, ഒരു റിയൽ ഈ മുല്ല ഇങ്ങോട്ട് എടുത്തോ. ഓക്കെ. എടി ഞാൻ തിരക്കിലായതുകൊണ്ടല്ലേ തിരിച്ചു വിളിക്കൂലേ? നീ ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കണ. ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് എന്താ ഇത്ര തിരക്ക്? ഇന്ന് ലീവല്ലേ? അത് ശരിയാണല്ലോ. ഞാൻ വിളിച്ചതേ മോന്റെ ട്യൂഷൻ മാസ്റ്റർ ജോലിയിട്ട് തിരിച്ചുപോയി. നമുക്ക് ആ സുബൈദാത്തന്റെ മോളെ ട്യൂഷൻ എടുക്കാൻ വെച്ചാലാ? ആ അവള് മിടിക്കാടി. അല്ല ഏത് സുബൈദാത്ത? എന്തൊക്കെ നിങ്ങൾ ഇങ്ങനെ? എടി ഞാൻ കുറച്ച് തിരക്കില്ല, നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. അതെ, തിരക്കാന്ന് വെച്ച സമയത്ത് ഇൻസുലിൻ എടുക്കാൻ മറക്കല്ലോട്ടേക്കാ. എടി ഞാൻ എടുത്തോളാം, നീ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ആ പിന്നെ ഹലോ ഇക്ക. വൈഫാ എപ്പോഴും ഫോണെടുത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കൂ. നമ്മളിവിടെ വലിയ ടെൻഷനിലാന്ന് ഓക്കറിയേണ്ട കാര്യണ്ടാ. കൊച്ചിന് അവിടെ ട്യൂഷൻ എടുക്കുന്നതിനെ പറ്റി ഇവിടെ കിടക്കുന്ന എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ഫ്ലവേഴ്സ് മേടിക്കാൻ പോയതാ. ഫുഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഷാൻ എത്ര വരെ പഠിച്ചു? ഞാൻ ബിടെക് കംപ്ലീറ്റ് ചെയ്തു. ആണോ? അപ്പൊ നമ്മളെ സലീം ഖാൻ എങ്ങനെ പഠിച്ചു? സലീം ഖാന്റെ സിസ്റ്റർ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, രസ്മിയ. ഓ. ഷാന, ഉമ്മ ഇവിടെ വന്നിട്ട് എത്ര കാലായി? 24 വർഷമായി. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഉമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. ആണോ? സലീം ഖാൻ കുറച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. ആ കഴിക്കും.